തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ചിന്തയിലേക്ക് വളരെ പെട്ടെന്ന് ഞാൻ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറയുന്നത്. വാക്ക് വിത്ത് ഗാഡ്, ദൈവത്തോടുകൂടെ നടക്കുക. നമ്മൾ 2 വാക്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പ്രത്യേകമായ വിഷയം ചിന്തിച്ചത്. 1, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. 2, നോഹ ദൈവത്തോടുകൂടെ നടന്നു. ഏത് സാഹചര്യങ്ങളിലാണ് ഇവർ ദൈവത്തോടുകൂടെ നടന്നത്? എല്ലാം അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിലല്ല ഇവർ ദൈവത്തോടുകൂടെ നടന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ കണ്ടു. അധമം ഏറ്റവും അധികമായിട്ട് കൂടി നിൽക്കുന്ന സ്ഥാനത്താണ് അവർ ദൈവത്തോടുകൂടെ നടക്കുവാനിടയായിത്തീർന്നത്. അതുകൊണ്ട് അധമം പെരുകുന്നതിന്റെ നടുവിലും ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ നമുക്ക് സാധിക്കും. 2, നമ്മൾ ചിന്തിച്ചത് ഇവരെല്ലാം ദൈവത്തോടുകൂടെ നടന്നത് തൻ്റെ കുടുംബത്തോടുകൂടെയാണ്. അതുകൊണ്ട് കുടുംബ ജീവിതത്തോടുകൂടെ ചേർന്ന് ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട് സാധിക്കും. എന്താണ് അതിന് വേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമായിരിക്കുന്നത് ഫെലോഷിപ്പ് വിത്ത് ഗാഡ്, ദൈവത്തോടുള്ള കൂട്ടായ്മ. ഇന്ന് പകൽക്കാലം അതിന്റെ പ്രാക്ടിക്കൽ ആയിരിക്കുന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഓരോ ദിവസവും ദൈവത്തോടുകൂടെ നടക്കുവാൻ സാധിക്കും? ദൈവത്തോടുകൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ട്. ദൈവത്തോടുകൂടെ നടക്കുവാൻ തക്കണം എങ്ങനെ നടക്കുവാൻ സാധിക്കും? ആ പ്രത്യേകമായിരിക്കുന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് ആധാരമായിട്ട് ഒരു വാക്യത്തിലേക്ക് ഞാൻ കടന്നു വന്നുകൊണ്ട് മുൻപോട്ട് പോകട്ടെ. സങ്കീർത്തനം 5-ാം 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ Psalm number 5 verse number 3, 5-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനക്കാരനായി ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം. ഈ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് ഞാൻ വിഷയം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസത്തെ എങ്ങനെ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാനായിട്ട് സാധിക്കും, എങ്ങനെ നടക്കുവാൻ സാധിക്കും? ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ ചില പ്രത്യേകമായിരിക്കുന്ന ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഓരോ ദിവസവും പൂർണ്ണമായിട്ട് ദൈവത്തോടുകൂടെ നടക്കുവാനായിട്ട് സാധിക്കുന്നത്? സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അവിടെ ദാവീദ് വിളിച്ചു പറയുന്നു, ദൈവമേ, ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. എപ്പോഴാണ് ദാവീദ് കാത്തിരിക്കുന്നത്? ഈ കാത്തിരിപ്പ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ദാവീദിന്റെ എഫേർട്ടിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുമ്പോൾ ലഭിക്കുന്ന പദവി വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നതിന് ചില വില നാം കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദാവീദ് പറഞ്ഞു, യഹോവേ, ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പോൾ ഒരു കാത്തിരിപ്പിന്റെ ഒരു അനുഭവമാണ് ദാവീദിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ദാവീദ് കാത്തിരിക്കുന്നുവെന്നോ മാത്രമല്ല അവിടെ പറയുന്നൊരു വേർഡുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നു. ഒരു സെൽഫ് പ്രിപ്പറേഷനെ നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരു എഫേർട്ട് മാത്രമല്ല, അതിന് മുൻപിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. എന്താ എപ്പോഴത്തേക്കാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്? രാവിലെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തോടുകൂടെ ചേർന്ന് ബന്ധപ്പെടുവാൻ തക്കവണ്ണം തന്റെ ജീവിതത്തിന്റെ തുടക്ക സമയം ദൈവത്തോടുകൂടെ ചേർന്നായിരിക്കാൻ ദാവീദ് ആഗ്രഹിക്കുന്നുവെന്നോ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. ഏതെല്ലാം അവസ്ഥകളായിരുന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങളായിരുന്നാലും അതല്ല ദാവീദിന്റെ മുൻപിൽ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. ഈ ദൈവത്തോടുകൂടെ ചേർന്ന് ആയിരിക്കാൻ ദാവീദ് ആഗ്രഹിച്ചു. ഇവിടെ പറയപ്പെടുന്ന വേർഡ്, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നു പറയുമ്പോൾ അതിനകത്ത് ഒരു എഫേർട്ട് ഉണ്ടെന്ന് ഞാൻ പറയുണ്ടായി. ആ എഫേർട്ടിനനുസരിച്ചാണ് ദാവീദ് തന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനിടയായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കട്ടെ, ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ രാവിലെ സമയത്ത് ദൈവത്തോടുകൂടെ ആയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ദൈവത്തോടുകൂടെ ചേർന്ന് തുടങ്ങിയെങ്കിൽ മാത്രമേ ദൈവത്തോടുകൂടെ ആ ദിവസം നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴെങ്കിലും ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതല്ല വിഷയമായിരിക്കുന്നത്. ദൈവത്തോടുകൂടെ ചേർന്ന് ഞാൻ നടക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ രാവിലത്തെ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ആ കാര്യമെന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ചേർന്ന് ഞാൻ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, രാവിലെ എപ്പോഴാ ദാവീദ് ഇത് ചെയ്യുന്നത്? ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വളരെ ദൈവത്തോടുകൂടെ ചേർന്ന് ഇരിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെടുന്നതായിരിക്കുന്ന അനേക സമയങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വാക്യം ഒന്ന് വായിപ്പിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോട്ടെ. മർക്കോസിന്റെ സുവിശേഷം
ഒന്നാം അധ്യായത്തിന്റെ 35 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ മാർക്ക് ചാപ്റ്റർ 1 verse 35. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു, അതികാലത്ത് അവൻ എഴുന്നേറ്റ് വായിച്ചെടുത്ത താഴോട്ട് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ യേശുക്രിസ്തു അതികാലത്ത് ഏതാണ് സമയമെന്ന് അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ആ വാക്യം ഒരിക്കൽ കൊടുന്ന് വായിച്ചാട്ട്. അധികാലത്ത് ഇരുട്ടോടെ അവൻ ഇരുട്ടോടെ. അപ്പോൾ ദൈവത്തോടുകൂടെ ചേർന്നിരിക്കേണ്ട ദ ബെസ്റ്റ് ടൈമാണ് അതികാലത്ത് ഇരുട്ടോടുകൂടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറി വെളിച്ചം കടന്നു വരുന്ന ഒരു സമയമാണ് ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട സമയം. സമയം ഒന്ന് മാറി വെളിച്ചത്തിലേക്ക് കടന്നു വന്നു, എന്നാൽ ഇരുട്ട് മാറിയില്ല, വെളിച്ചവും ആയില്ല. എന്നാൽ ആ പർട്ടിക്കുലർ സമയമാണ് ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുവാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ബിറ്റ്വീൻ 2:30 and 4 is the best time to be with the Lord. ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുവാൻ ഏറ്റവും നല്ല സമയമാണ് വെളുപ്പിനെ 2:30 മുതൽ 4 വരെയുള്ള സമയം. ഇത്രയും സമയം ഇരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മേ ബി ഒരു 10 മിനിറ്റ് ആണെങ്കിലും നമുക്ക് ഇരിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം നമുക്ക് ആവശ്യമാണ്, ഇതിനു വേണ്ടി ഒരുക്കി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തുവാ ഇതിനു വേണ്ടി ഒരുക്കം വേണ്ടത്? ഒരുക്കം വേണമെങ്കിൽ ഒരു കാര്യം ആവശ്യമാ. വെളുപ്പിനെ 2 മണിക്ക് കിടന്നിട്ട് 4 മണിക്ക് എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ, 2:30 എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ അതല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ അവിടെയാണ് വരുത്തേണ്ടത്. രാവിലെ ഞാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദൈവത്തോടു കൂടെ ചേർന്നിരിക്കുവാനുള്ള ഒരുക്കം എനിക്കുണ്ടെങ്കിൽ, അതിന്റെ പ്രിപ്പറേഷൻ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടല്ല ഞാൻ ചെയ്യുന്നത്, തലേ ദിവസമേ ഞാനത് ചെയ്യുക. തലേ ദിവസം വൈകിട്ട് എന്റെ ജീവിതം അതിനനുസരിച്ച് ഞാൻ ക്രമീകരിക്കുക. എന്റെ ജീവിതചര്യകളെ അതിനനുസരിച്ചാണ് ക്രമീകരിക്കുന്നത്. ഒരുപക്ഷെ ആവശ്യമായിരിക്കുന്ന പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ആവശ്യങ്ങളുടെ മധ്യത്തിൽ പിന്നോട്ട് ഓടി നടക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി ഒരു സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എനിക്ക് വെളുപ്പിനെ ദൈവത്തോടുകൂടെ ചേർന്നായിരിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് അവരുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ ആദ്യമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിന്റെ തലേ ദിവസം തന്നെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, പ്രിപ്പറേഷൻ പല രീതിയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഒന്ന്, അതിന്റെ തലേ ദിവസം തന്നെ അതിനനുസൃതമായിട്ട് ഉള്ളിലെ ഒരു വലിയ ആഗ്രഹത്തോടുകൂടെ ദാഹത്തോടുകൂടെ ദൈവത്തിന്റെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കും. 2, നല്ലൊരു അലാറമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എഴുന്നേൽക്കുവാൻ സാധിക്കും. എന്താ നമ്മൾ ഈ ചെയ്യുന്നത്? ദൈവത്തിന്റെ അടുക്കൽ ഇരിപ്പാൻ തക്കവണ്ണം ഒന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, ഒന്ന് ഒരുക്കുന്നു. എന്നെ തന്നെ ഞാൻ ഒരുക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഒരു വലിയ സത്യം ഞാൻ ഓർപ്പിക്കട്ടെ. ആദ്യകാലത്ത് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചെല്ലുവാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ 2 ദിവസം നിങ്ങൾ അടുപ്പിച്ച് നിങ്ങൾ ചെല്ലുമെങ്കിൽ, 3-ാമത്തെ ദിവസം നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ദൈവ സാന്നിധ്യം കൊണ്ട് അവിടെ നിറയപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു വലിയ സത്യം പറയാം. ഞാൻ പതിവായിട്ട് ദൈവസന്നിധി ചെലവഴിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. എന്നാൽ ആ നിമിഷങ്ങൾ ഞാൻ കടന്നു ചെല്ലുമ്പോൾ, എന്റെ ദൈവത്തോടുകൂടെ ചേർന്ന് ആയിരിക്കുമ്പോൾ എനിക്ക് മുൻപായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുന്നത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ? എന്റെ ദൈവത്തോടുകൂടെ ചേർന്നിരിപ്പാൻ തക്കവണ്ണം എനിക്ക് ഒരു ഒരുക്കമുള്ളതുപോലെ തന്നെ ദൈവത്തിനും ഒരു ഒരുക്കമുണ്ട്. വെയിലാറിയതായ സമയത്ത് യഹോവയായിരിക്കും ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ആദമിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ആദാം കടന്നു ചെന്നിട്ട് ദൈവത്തെ വിളിക്കുകയല്ല ചെയ്തത്. ദൈവം പതിവിനനുസൃതമായിട്ട് ദൈവം കടന്നു വരികയാണ്. ദൈവത്തിന്റെ പതിവതായിരുന്നു, ആദമിന്റെ പതിവതായിരുന്നു. ദൈവം പതിവ് ലംഘിച്ചില്ല. ആദാം പാപം ചെയ്തപ്പോൾ ആ പതിവ് ലംഘിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നുവെങ്കിലും ദൈവം ആ പതിവ് ലംഘിച്ചില്ല. ദൈവം വെയിലാറിയതായ സമയത്ത് ഏദൻ തോട്ടത്തിൽ ആദമിനോടുകൂടെ നടന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തോടുകൂടി ചേർന്നിരിക്കുവാൻ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്യുമെങ്കിൽ, നമ്മുടെ അധികാലത്തെ സമയം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, ആ ദിവസം മുഴുവൻ ഒരു വലിയ അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ കരങ്ങൾ ധാരാളമായിട്ട് നമുക്ക് അവിടെ അനുഭവിപ്പാനായിട്ട് സാധിക്കും. എന്തായിരിക്കണം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ദൈവത്തോട് നമ്മൾ ബന്ധപ്പെടുകയാണ്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുന്നത്? നാം ദൈവത്തിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ദൈവത്തോട് ഒരു ഫെലോഷിപ്പ് തുടങ്ങുന്നത്. എന്തൊക്കെയാണോ അതിനകത്തുണ്ടാകുന്ന കണ്ടന്റ്സ്? പ്രധാനമായിട്ട് 1, 2, 3 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. വായിച്ചോട്ടതിനു വേണ്ടി 5-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. Psalm number 5 verse number 7. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ
നിങ്ങളുടെ ഭക്തിയോടെ ആരാധിക്കും. ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, യഹോവേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. രാവിലെ ദാവീദ് കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ ദാവീദ് കാത്തിരിക്കുന്നത്? ദാവീദ് ഒന്നാമത് ദൈവത്തോട് പറയുന്നത്, ദൈവമേ, യഹോവേ, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കും. രാവിലെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോയിട്ടോ വെറുതെ ഇരിക്കുകയല്ല ദാവീദ് ചെയ്യുന്നത്. ദാവീദ് ഒരു കാര്യം ഓർക്കുക. എന്താ ഓർക്കുന്നത്? അവിടെ പറയുന്ന ആദ്യത്തെ വേർഡ് നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ഒന്നാമത്തെ വിഷയമാണ് ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വം എന്തെന്ന്. ദൈവം എന്നോട് കാണിച്ച കൃപ എത്ര വലുതാണ്, ദൈവം എന്നോട് കാണിച്ച കരുണ എത്ര വലിയതാണ്, ദൈവം എന്നോട് കാണിച്ച ദയ എത്ര വലിയതാണ്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ രാത്രിയിൽ ഞാനും നിങ്ങൾ കിടക്കയിലായിരുന്നു. എനിക്കും നിങ്ങൾക്ക് സുഖകരമായ നിദ്ര ദൈവം തന്നു. ഇതിന് എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും മതി വരികയില്ല. ഒരുപക്ഷെ ഞാനും നിങ്ങളും കിടന്നുമായിരിക്കണം, അതേപോലെ തന്നെ മറ്റ് പലരും കിടന്നു കാണുമായിരിക്കാം. എന്നാൽ ഒരു സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഉറക്കമില്ലാതെ കടന്നുപോയതായിരിക്കുന്ന ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു പകലിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം കിടന്നുറങ്ങി. യഹോവ നമ്മെ താങ്ങി എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അനേക പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രാത്രി കിടന്നവര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായ സമയത്താണ് കൃപയാൽ നമുക്ക് എഴുന്നേൽക്കുവാൻ കാരണമായി തീർന്നത്. അനേകര് പലവിധമായ രോഗത്തോടുകൂടെ എഴുന്നേൽക്കുമ്പോൾ, പലവിധമായിരിക്കുന്ന ആപത്തുകള്, അപകടങ്ങള് അതിന്റെ നടുവിൽ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച കൃപയാണ് ആരോഗ്യത്തോടുകൂടി എഴുന്നേൽക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് കൊണ്ട് നാം ഉള്ളതിനെ ഇല്ലാതെ കാണുവാൻ അല്ല നാം പഠിക്കേണ്ടത്. നമ്മൾ ഉള്ളതിനെ ഉള്ള സമയത്ത് ഇല്ലാത്തവര് എങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കും, ദൈവത്തിന് സമർത്ഥമായിട്ട് നന്ദി പറയുവാൻ സാധിക്കും. അതുകൊണ്ട് ദാവീദ് രാവിലെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ താൻ മഹത്വപ്പെടുത്തുക, ദൈവത്തെ താൻ ആരാധിക്കുക, ദൈവത്തെ താൻ സ്തുതിക്കുക, എണ്ണമില്ലാത്ത നന്മകൾ കൊണ്ട് ദൈവത്തിന് നന്ദി പറയുക, എണ്ണമില്ലാത്ത കൃപയുടെ ആധിക്യം കൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ആദ്യം ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ദൈവത്തോടെ എന്റെ കമ്മ്യൂണിയൻസ് തുടങ്ങേണ്ടത്, ദൈവത്തോടെ എന്റെ ഫെലോഷിപ്പ് തുടങ്ങുന്നത് ഞാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. വെറുതെ ഉറക്കം തൂങ്ങി അല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിരിക്കുന്നത്. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തോടുള്ള എന്റെ ഏത് ബന്ധവും തുടങ്ങുന്നത് നന്ദിയുള്ള എന്റെ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ആകാവൂ. നന്ദിയുള്ള ഒരു ഹൃദയം ഇല്ല എങ്കിൽ ദൈവത്തിന് മുൻപാകെ ഒന്നും വിലപ്പോകത്തില്ല. നന്ദിയുള്ള ഒരു ഹൃദയം എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ആ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമെങ്കിൽ, ആ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി, എന്റെ ദൈവമേ, നീ എന്നെ പരിപാലിച്ച വിധങ്ങൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു, എന്നെ കാവൽ ചെയ്ത വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, എന്റെ കുടുംബത്തെ നീ കാവൽ ചെയ്തതിനാൽ സ്തുതിക്കുന്നു. ഒരു രോഗം വരാതെ വണ്ണം ഞങ്ങളെ നീ പരിപാലിച്ചല്ലോ, ഒരു ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരാതെ വണ്ണം ഞങ്ങളെ നീ കാവൽ ചെയ്തല്ലോ. എന്റെ ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന് പറയുമ്പോൾ ആ ഉള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് കടന്നു വരുന്ന നന്ദിയാണ് ആരാധനയായി മാറ്റപ്പെടുക. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ ആരാധിക്കുക. ഇവിടെയാണോ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് തുടങ്ങേണ്ടത്. ഇവിടെ മാത്രമല്ല, ആരാധിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകാൻ മാത്രമല്ല ദാവീദ് പറയുന്നത്. പിന്നെയോ ദാവീദ് പറയുന്ന രണ്ടാമത്തെ വിഷയം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ട്, യഹോവേ, എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. എന്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. ദാവീദ് എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ദാവീദ് വളരെ തിരക്കുള്ള ഒരു മനുഷ്യൻ, വളരെയധികം ജോലികൾ ഓരോ ദിവസവും ചെയ്യുവാനുണ്ട്. എന്നാൽ ദാവീദ് ഒന്ന് പറയുവാനൊരു ദൈവസന്നിധാന മുട്ടുകളെ മടക്കി ദൈവത്തെ ഒന്ന് ആരാധിച്ചു കഴിഞ്ഞിട്ട് ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. എന്റെ ദൈവമേ, നീ ഒരു കാര്യം ചെയ്യണം, നീ എന്റെ വഴിയൊന്ന് നിരപ്പാക്കണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഡേ ടു ഡേ വർക്ക്സ് മുഴുവൻ ദാവീദ് ദൈവത്തോട് പറയുക. എവിടെയാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാ പോകേണ്ടത്, ജോലിക്ക് കടന്നു പോകുന്നതായിരിക്കാം, പ്രത്യേകമായിരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമുണ്ടാകുമായിരിക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവത്തോട് പറയുക, ഈ വിഷയമെല്ലാം ദൈവത്തോട് പറയുക. എന്താണ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അത് മുഴുവൻ ദൈവത്തോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തൊരു വലിയ അനുഗ്രഹമുണ്ട്. നമ്മുടെ എല്ലാവിധമായിരിക്കുന്ന അവസ്ഥകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അന്നത്തെ ചുമതല, നമ്മുടെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ പറയുമ്പോൾ ഇതിനെല്ലാം ദൈവം ഉത്തരം തന്ന് ജയത്തോടെ നടത്തുന്ന ഒരു ദൈവം. ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്,
രാവിലെ ദൈവസനെ വെക്കുന്ന വിഷയങ്ങൾ മേല് എന്റെ ദൈവം രാത്രിയിൽ ഉറങ്ങുവാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഞാൻ കാണാറുണ്ട്. എന്താണെന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. എന്റെ കർത്താവേ, കഴിഞ്ഞൊരു പകൽക്കാലം ചെയ്യേണ്ട സകല കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം നീ എനിക്ക് കൃപ ചെയ്തു. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജോലിയുള്ളതായിരിക്കുന്ന തടസ്സങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ മുൻപാകെ നിങ്ങളുടെ വിഷയങ്ങളൊന്ന് വെക്കുക. ദൈവത്തോട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പറയുക. നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു അക്ഷരവിദ്യ മനസ്സിലാക്കിയിട്ട് ഒരു ഭാസത്തോടുകൂടെ അല്ലെങ്കിൽ സാഹിത്യപരമായിട്ട് ദൈവത്തിന്റെ മുൻപാകെ കടന്നു എന്നോ എന്തെങ്കിലും പറയുന്ന വാക്കുകളല്ല എന്റെ ദൈവത്തിന് വേണ്ടത്. എന്റെ ദൈവത്തിന് വേണ്ടത് ഒരു കൊച്ചു കുഞ്ഞായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു എന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവത്തോട് പറയുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്റെ ദൈവമേ, മരണത്തിന്റെ ദിവസം വരെ ഒരു ശിശുവിനെ പോലെ നിന്റെ അടുക്കൽ കടന്നു വന്ന് എന്റെ അപ്പനോട് പറയുന്ന പോലെ നിന്നോട് പറയുവാൻ എനിക്ക് നീ കൃപ ചെയ്യണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, മറന്നു കളയരുത്. എനിക്കും നിങ്ങൾക്കും വേണ്ടത് സാഹിത്യമല്ല, എനിക്ക് നിങ്ങൾക്കും വേണ്ട ചില ചടങ്ങുകളല്ല. എനിക്ക് നിങ്ങൾക്കും വേണ്ടത് ഒരു കൊച്ചു കുഞ്ഞ് തന്റെ അപ്പന്റെ അടുക്കൽ കടന്നു നിന്നിട്ട് എപ്രകാരം സംസാരിക്കുന്നുവോ അതുപോലെ ദൈവത്തോടൊന്ന് സംസാരിക്കുക, അതുപോലെ ദൈവത്തോടൊന്ന് ഇടപെടുക. ഈ ദൈവത്തിന് മുൻപാകെ ആ ലിസ്റ്റ് ഒന്ന് വെക്കുക. കർത്താവേ, ഇന്ന് ഈ 10 മണിക്ക് എന്റെ അപ്പോയിന്റ്മെന്റ് ചെയ്താ, 12 മണിക്ക് എനിക്ക് ജോലി ചെയ്താ, അല്ലെങ്കിൽ എന്റെ വൈകിട്ടത്തെ ജോലി ചെയ്താ, ആ ദിവസത്തെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എന്താ അവിടെ ചെയ്യുന്നതെന്ന് അറിയാമോ? നാം നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുക. ദൈവത്തിൽ ഞാൻ പരിപൂർണമായി ചാരുക, ദൈവത്തിൽ ഞാൻ പരിപൂർണമായിട്ട് ആശ്രയിക്കുക. ഇതുകൊണ്ടുള്ളതായിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. വായിച്ചോട്ട് 119 സങ്കീർത്തനത്തിലേക്ക് 119 സങ്കീർത്തനം 147 വാക്യം ഒന്ന് വായിച്ചോട്ട്. 119 സങ്കീർത്തനം, Psalm 119 verse number 147. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. ദാവീദ് സംഗീതക്കാർ വിളിച്ചു പറയുന്നു, യഹോവേ, ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന സമയം അവിടെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് വേർഡ്, അടുത്തത് വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. അടുത്ത ഭാഗം, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. അവിടെ പറയുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ വിഷയങ്ങൾ പരിപൂർണമായിട്ട് ഫലമേൽപ്പിക്കുന്നു. ദൈവത്തിൽ താൻ പരിപൂർണമായി ചാരുന്നു. ദൈവത്തിലേക്ക് തന്റെ വിഷയങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തോടാണ് പറയുന്നത്, കർത്താവേ, എന്റെ വിഷയം നീ നയിക്കുമാറാകണമേ, എന്റെ വിഷയത്തെ നീ നടത്തുമാറാകണമേ. എന്തുകൊണ്ട് ദാവീദ് ഇത് പറയുവാൻ കാരണമായി തീരുന്നു? അതിന് കാരണമാണ് 37 സങ്കീർത്തനം 5 വാക്യത്തിലേക്ക് കടന്നു. Psalm number 37 verse number 5. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, നിന്റെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. അവനത് നിർവഹിക്കും. Psalm 37 verse 5 അവിടെ പറയുന്നത്, നിന്റെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറിപ്പോകത്തില്ല. നിന്റെ വഴി യഹോവയിൽ ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നുവെങ്കിൽ അവനത് നിർവഹിക്കുന്ന ദൈവം തന്നെയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. അതുകൊണ്ട് എന്താ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്? നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ചെയ്യേണ്ടതായിരിക്കുന്ന സകല കാര്യങ്ങളും ദൈവത്തോടൊന്ന് പറയും. അതുകൊണ്ട് ഒത്തിരി സമയമെടുത്ത് പ്രാർത്ഥിക്കുവാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ നമുക്കറിയാം നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടത്. അത് കമ്പി വാചകങ്ങളെങ്കിലും ദൈവത്തിന് മുൻപാകെ ഒന്ന് പറയും. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ എന്റെ അവസ്ഥ ഇന്നതൊക്കെയാണ് എനിക്കിന്ന് ചെയ്യുവാനുള്ളത്. എന്റെ ദൈവമേ, നിന്റെ കൃപ എന്റെ മേൽ ഉണ്ടായിരിക്കണമേ, നിന്റെ കരങ്ങൾ എന്റെ മേൽ ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരു ദിവസത്തെ മുഴുവൻ ആവശ്യങ്ങൾ ദാവീദ് ദൈവത്തിന് മുൻപിൽ പറയുകയാണ്. ഇതുകൊണ്ട് അവസാനിക്കുന്നതിൽ മൂന്നാമത് ദാവീദ് എന്ത് ചെയ്യുന്നു? സങ്കീർത്തനം 5 12 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, സങ്കീർത്തനം 5:12, Psalms 5 verse 12. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിചയം കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. അവിടെ പറയുന്നു, യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. താൻ കൊണ്ട് അവസാനിപ്പിക്കുന്നത്, തന്റെ പ്രാർത്ഥന രാവിലത്തെ അവസാനിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ തന്റെ ജീവിതത്തിന്റെ അന്നത്തെ ഡേ ടു ഡേ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല, പിന്നെ ആമേൻ പറഞ്ഞുകൊണ്ട് താൻ അവസാനിപ്പിക്കുകയല്ല. പിന്നെ താൻ ചെയ്ത മൂന്നാമത്തെ കാര്യം ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, ദൈവം നീതി
നീതിമാനെ അനുഗ്രഹിക്കുന്നവനാണ്. ദൈവം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. തന്റെ ഒരു പറ്റം വിഷയങ്ങളോ ദൈവത്തിന് മുൻപിൽ വെച്ചിട്ട് ദൈവമേ നീ ഇത് ചെയ്തു തരണമേ എന്ന് പറഞ്ഞിട്ട് പോരുക അല്ല ദാവീദ് ചെയ്യുന്നത്. ദാവീദ് പറയുകയാണ്, നീ നീതിമാനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ നീ എന്നെ അനുഗ്രഹിക്കും. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ദൈവമേ നീ ചെയ്തു തരും. നീ എനിക്ക് വേണ്ടി സകലതും പ്രവർത്തിക്കും. നീ എനിക്ക് വേണ്ടി സകലം നിർവഹിക്കും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇവിടെയാണ് ദാവീദ് വിശ്വാസത്തിന്റെ വാക്കുകളോ തന്റെ നാവിൽ കൂടെ കടന്നു വരുന്നത്. ദൈവത്തിന്റെ ധാരിക്കുന്ന പ്രവർത്തനത്തിന്റെ വാക്കുകളോ തന്റെ നാവിൽ കൂടെ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന്റെ മുൻപാകെ എന്റെ വിഷയങ്ങൾ ഞാൻ ഏൽപ്പിച്ചു. മൂന്നാമത് എനിക്ക് വേണ്ടത് ദൈവത്തോട് പറയുകയാണ്. വിശ്വാസത്തിന്റെ വാക്കുകളോ എന്റെ നാവിൽ കൂടെ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുന്നവരാ. ഈ പകൽക്കാലം എന്നെ അനുഗ്രഹിക്കുവാൻ പോകുക. സ്തോത്രം. പ്രിയപ്പെട്ട, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ വെറുതെ എഴുന്നേറ്റ് പോരരുത്. ഒരു വേർഡിലൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കാണുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുകയാൽ ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അനുഗ്രഹം കാണും. ശാപം കാണുമെന്നല്ല, ദോഷം കാണുമെന്നല്ല, നിന്ദകൾ കാണുമെന്നല്ല, ദുഷികൾ കാണുമെന്നല്ല, നിരാശയിൽ കൂടെ കടന്നു പോകുന്നതല്ല. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത്, എന്റെ ദൈവത്തിന്റെ കരങ്ങളാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ കരങ്ങളാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പ്രിയ സഹോദര, മറന്നു കളയരുത്. എന്തു നീ ചിന്തിക്കുന്നുവോ അതായിരിക്കും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇയ്യോബ് എന്ത് ഭയപ്പെട്ടുവോ അത് ഇയ്യോബിന് നൽകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെയും നിങ്ങളുടെ നാവിൽ കൂടെ വിശ്വാസത്തിന്റെ വാക്കുകൾ കടന്നു വരട്ടെ. അല്പം ബലഹീനത ഉണ്ട് ശരീരത്തെങ്കിലും, ബലഹീനത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുവാൻ അല്ല ദൈവമക്കൾ പഠിക്കേണ്ടത്. എന്റെ ദൈവം എന്നെ വിടുവിക്കുന്നവരാണ്, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്നവരാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ, രോഗത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, രോഗമെന്ന് പറഞ്ഞുകൊണ്ടോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൊണ്ടോ വേദനയെന്ന് പറഞ്ഞുകൊണ്ടോ ഇരുന്നിട്ടുള്ള ഒരൊറ്റ ഒരുത്തൻ പോലും ദൈവത്തിന് വിടുതൽ അനുഭവിച്ചിട്ടില്ല. ആരെല്ലാം ദൈവത്തിന് വിടുതൽ അനുഭവിച്ചിട്ടുണ്ട്, അവരുടെ വേദനയുടെ നടുവിലോ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവം ഇതിൽ നിന്ന് വിടുവിക്കും, എന്റെ ദൈവം എന്നെ ഇതിൽ നിന്ന് സൗഖ്യമാക്കും, എന്റെ ദൈവം എന്നെ ഇതിൽ നിന്ന് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഇതിനൊന്ന് മനസ്സിലാക്കുക, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണോ ശപിക്കപ്പെട്ടവളെന്നല്ല പറയേണ്ടത്, അനുഗ്രഹിക്കപ്പെട്ടവളാണോ. നിങ്ങളുടെ നാവിൽ കൂടെ ആ വാക്കുകൾ കടന്നു വരട്ടെ. പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഞാൻ പരിപൂർണമായിട്ട് മുറുകെ പിടിക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഞാൻ പരിപൂർണമായി ചാരുക. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. എന്റെ ദൈവത്തിന് മുൻപിൽ ഏത് വിഷയം ഏൽപ്പിച്ചിട്ടുണ്ടോ അതുമേൽ അവൻ ഉത്തരം അയക്കുന്ന ദൈവമാണ്. എന്താണ് ദാവീദ് ചെയ്തത്? ദാവീദ് ദൈവത്തിന് മുൻപാകെ തന്റെ വിഷയം ഏൽപ്പിച്ചു. 2, ദാവീദ് ദൈവത്തിന് നന്ദി പറഞ്ഞു. 2, തന്റെ വിഷയം ഫലമേൽപ്പിച്ചു. 3, ദാവീദ് ദൈവത്തിനുള്ള പ്രത്യാശയോടുകൂടെ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. ഇതോടുകൂടെ എല്ലാം കഴിഞ്ഞുവോ? ഇല്ല. ഇതിനടുത്ത് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. വായിച്ചോട്ടെ, മർക്കോസ് 1-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 35 to 37. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം. ഒരു വലിയ മിസ്റ്ററി ഈ വാക്കിനകത്ത് അടക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്രകാരം കർത്താവായ യേശു ആദ്യകാലത്ത് അവൻ എഴുന്നേറ്റു, ഇരുട്ടോടുകൂടെ അവൻ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിക്കുന്നു. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പം കഴിഞ്ഞു, എപ്പോഴെന്ന് അറിയത്തില്ല, എന്നാൽ വെളുപ്പിനെയായി കാണുമായിരിക്കാം. എന്നാൽ യേശു ക്രിസ്തു ശിഷ്യന്മാരെ കടന്നു ചെന്ന് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഗുരു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. യേശു അവിടെ കൊടുത്ത ഒരു മറുപടിയാണോ എന്റെ ചിന്തയിൽ വന്നത്? യേശു കൊടുത്തൊരു മറുപടി ഇപ്രകാരമാണ്, നാം അടുത്ത ഊരുകളിലേക്ക് കടന്നു പോകാം. എന്തുകൊണ്ട് യേശു വേർഡ് പറയുവാൻ ഇടയായിത്തീർന്നു? ആദ്യകാലത്തെ പ്രാർത്ഥന ഉള്ളതായിരിക്കുന്ന ഒരു ബെനിഫിറ്റ് അവിടെയാ. എന്താണെന്ന് അറിയാമോ? എല്ലാവരും പറഞ്ഞു യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. തലേ രാത്രിയിൽ വലിയൊരു പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തത്, തലേ ദിവസം വലിയ മിറക്കിൾ അവിടെ നടന്നത്, അത്ഭുതത്തിന്റെ കരങ്ങൾ ധാരാളമായിട്ട് അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഒരു ദിവസം കൂടെ താമസിച്ചാൽ നല്ലൊരു ക്രൂസൈഡ് കൂടെ നടത്താൻ പറ്റും. എന്നാൽ യേശു ഇപ്രകാരം പറയുകയാണ്, നാം അടുത്ത ഊരുകളിലേക്ക് കടന്നു പോകുക. യേശുവേ, എവിടുന്നാണ് നിനക്ക് ഇത് കിട്ടിയത്? യേശു ക്രിസ്തുവിന് ഇപ്രകാരം പറയുവാൻ യേശു ഓഫ് കോഴ്സ് അവൻ ദൈവത്തിന്റെ പുത്രൻ
ാണ്. എന്നാൽ എന്റെ വ്യാഖ്യാനത്തിനോട് ഞാൻ പറയട്ടെ, രാത്രിയിൽ അതികാലത്ത് ഇരുട്ടോടുകൂടെ എഴുന്നേറ്റ പ്രാർത്ഥനയിൽ ഒരു വൺ വേ ട്രാഫിക് ആയിരുന്നില്ല. യേശു ക്രിസ്തുവിന് ദൈവം തന്റെ ഗൈഡൻസ് കൊടുക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന് എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് മുൻപിൽ മുട്ടുകളെ മടക്കുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് മുൻപിൽ നന്ദി പറയുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് സ്തോത്രം പറയുമ്പോൾ, എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് പറയുമ്പോൾ, എൻ ദൈവത്തിലുള്ള വിശ്വാസം എന്റെ നാവിൽ കൂടെ വെളിപ്പെടുത്തുമ്പോൾ, ഒന്ന് മറന്നു കളയരുത്, അവൻ തിരിച്ചെന്നോട് സംസാരിക്കുന്നവനാണ്. ഞാൻ മുൻപോട്ട് കടന്നു പോകണമെന്നുള്ളത് ദൈവം എന്നെ കേൾപ്പിക്കുന്ന ദൈവമാ. ഒരു പക്ഷെങ്കിൽ ആദ്യം നമുക്കത് മനസ്സിലാക്കുവാൻ സാധ്യമാകത്തില്ലായിരിക്കാം. ഇത് ഏതാണ് ദൈവത്തിന്റെ ശബ്ദം? എന്തൊക്കെയോ തോന്നുന്നു, എന്തൊക്കെയോ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു, എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, 2 പ്രാവശ്യം ഉള്ളിലെ ചിന്ത കടന്നു വന്നു. 2 പ്രാവശ്യവും മനസ്സിലായില്ല എങ്കിൽ 3-ാമത്തെ പ്രാവശ്യം ഉള്ളിലെ ചിന്ത കടന്നു വരുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ഇത് ഞാൻ കേട്ടതൊരു മനുഷ്യ ശബ്ദമല്ല, ഇതൊരു ദൈവത്തിന്റെ സ്വരമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കഴിഞ്ഞ 2 ദിവസക്കാലം എന്റെ ഉള്ളിൽ കടന്നു വന്ന ചിന്ത, അത് പിന്നീട് ഞാൻ മനസ്സിലാക്കി, അതെന്റെ വെറും ഒരു മാനുഷിക ചിന്തയായിരുന്നില്ല, അത് ദൈവത്തിന്റെ ഒരു ചിന്തയായിരുന്നു. എങ്ങനെ ഞാൻ മനസ്സിലാക്കി? എന്റെ ജീവിതത്തിൽ അക്ഷരികമായിട്ട് അവസ്ഥയെ ഞാൻ ആ പകൽക്കാലം കണ്ടു. എന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ കൂടെ ഞാനത് മനസ്സിലാക്കി. ഒന്ന് ഓർക്കണമേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്വരം കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ട് പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ നടക്കുന്ന വിഷയമാണ്. ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ നടക്കുന്നതായ വിഷയമാണ്. ദൈവം എന്നോട് സംസാരിപ്പാൻ ശക്തൻ, ദൈവം എന്നോട് സംസാരിക്കുവാൻ മതിയായവൻ. കഴിഞ്ഞ 2 പ്രാവശ്യങ്ങൾ ദൈവം സംസാരിച്ചു. ഞാൻ ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ലായിരിക്കാം, ഒരുപക്ഷെ ഞാൻ അനുസരിച്ചില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, 2 പ്രാവശ്യം ഞാൻ അനുസരിക്കാതിരുന്നപ്പോൾ ഇന്ന് അത് ദൈവത്തിന്റെ സ്വരമെന്ന് മനസ്സിലാക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്താ ഇവിടുത്തെ വിഷയമായിരുന്നത്? സംഭവിച്ചത് ഇതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവങ്ങൾ ദൈവത്തിന്റെ സ്വരമെന്ന് ഐഡന്റിഫൈ ചെയ്യുവാനിടയായി തീർന്നു. അതികാലത്തെ പ്രാർത്ഥിച്ചു, യേശു പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? രാവിലെ കടന്നു വന്ന ശിഷ്യന്മാര് പറഞ്ഞു, നമുക്ക് ഇവിടെ നല്ലൊരു ക്രൂസൈഡ് നടത്താനുള്ള സമയമാണ്, നല്ല ദൈവിക അന്തരീക്ഷമാണ്, അതുകൊണ്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, നാം അടുത്ത ഊരുകളിലേക്ക് കടന്നു പോകാം. അതിനുവേണ്ടി അല്ലയോ നമ്മെ വിളിച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെതായിരിക്കുന്ന ഗൈഡൻസ് യേശു പ്രാപിക്കുവാനിടയായി തീർന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി കരയറ്റുമ്പോൾ, രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തോട് മാത്രം സംസാരിക്കുക അല്ല, ദൈവം എന്നോടും സംസാരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം പറഞ്ഞാട്ട് ശക്തിയോട് ഒരിക്കൽ കൂടെ. ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മോട് ഇടപെടുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മെ അറിയിച്ചു തരും. ദൈവത്തിന്റെ വഴി എന്താണെന്നുള്ളത് ദൈവം നമ്മളെ പഠിപ്പിക്കുവാൻ ഇടയായി തീരും. വായിച്ചാട്ടൊരു വാക്യം, സദൃശ്യവാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. പ്രോവെർബ്സ് അതിന്റെ 8-ാം അധ്യായം, അതിന്റെ 34-35 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. Proverbs chapter 8 verse 34 and 35. ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. ആ 2 വാക്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അവിടെ പറയുന്നത്, ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ച്, എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ട്, എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്നു, ഒരു ദിവസം ചെയ്യാനല്ല പറഞ്ഞത്, ദിവസം പ്രതി, എല്ലാ ദിവസവും. എന്താ ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചത്? ദൈവം പറഞ്ഞത്, ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിക്കുക, ദൈവത്തിന്റെ പടിവാതിക്കൽ ജാഗരിക്കുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വേർഡ് പറയുന്നത്, എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ട്. അപ്പോൾ അവന്റെ പടിവാതിക്കൽ കാത്തുകൊണ്ട് നിൽക്കുക. എന്തിനു വേണ്ടിയാ കാത്തുകൊണ്ട് നിൽക്കുന്നത്? അവന്റെ സ്വരമൊന്ന് കേൾക്കുവാൻ, അവൻ്റെതായിരിക്കുന്ന ശബ്ദമൊന്ന് മനസ്സിലാക്കുവാൻ. എന്നിട്ട് അതിന്റെ താഴത്തെ വാക്യം പറയുന്നു, എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ആരാണ് ഭാഗ്യവാനായിരിക്കുന്നത്? ദൈവത്തിന്റെ വാതിൽ കട്ടളകളിൽ നിന്നും ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നു. ആദ്യകാലത്ത് ഇരുട്ടോടുകൂടെ എല്ലാം അന്ധകാരമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് ദൈവത്തിന്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എന്റെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ എന്റെ കാതിയെ നോക്കുമ്പോൾ, അവനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അവരാണ് ഭാഗ്യവാൻ. കാരണം എന്നാണെന്ന് അറിയാമോ? അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന
കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധാനത്ത് മുട്ടുകളെ മടക്കുന്നതിനകത്ത് ഒരു വലിയ അനുഗ്രഹമുണ്ട്, ഒരു വലിയ അനുഗ്രഹമുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ദീർഘകാലങ്ങളായിട്ട് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഒരു നല്ലൊരു മറുപടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ പതിവായിട്ട് വെളുപ്പിനെ എഴുന്നേറ്റ് നിങ്ങൾ ദൈവസന്നിധാനത്തെ മുട്ടുകളെ മടക്കുക. ദൈവസന്നിധാനം നിങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുക. ഒരല്പ നിമിഷങ്ങൾ, മേ ബി 10 മിനിറ്റ് മതി. എന്നാൽ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ചെന്നിട്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് മുൻപാകെ പറഞ്ഞ് വിശ്വാസത്തിന്റെ വാക്കുകളോടുകൂടെ കടന്നു വരുന്നുവെങ്കിൽ ആ ദിവസം മുഴുവൻ നിങ്ങൾ നോക്ക്, ഒരു എക്സ്ട്രാ ഓർഡിനറി ദിവസമായിട്ട് നിങ്ങൾക്ക് വെളിപ്പെടുവാൻ ഇടയായി തീരും. കാരണം എന്നാണെന്ന് അറിയാമോ? ദൈവത്തിന് വേണ്ടത് തന്റെ പടിവാതിക്കൽ ജാഗരിക്കുന്ന മനുഷ്യനെ, തന്റെ വാതിൽ കട്ടക്കൽ കാത്തുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നു. സഹോദര, മറന്നു കളയരുത്. God expects that. ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിന് അത് മനസ്സുണ്ട്. എന്താണെന്നറിയാമോ? ആ മനുഷ്യനുമായിട്ട് ദൈവത്തിന് ബന്ധപ്പെടുവാൻ മനസ്സുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ, ദൈവത്തോടുകൂടെ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തോടുകൂടെ നടക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടോ? എന്റെ ജീവിതത്തിൽ ഒന്നാമത് വേണ്ടത് എന്റെ ഫസ്റ്റ് ടൈം ദൈവത്തിന് വേണ്ടി കൊടുക്കുക. മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട്, മറ്റ് സകലത്തെക്കാൾ ഉപരിയായിട്ട്, മറ്റാരെക്കാൾ ഉപരിയായിട്ട് എന്റെ ദൈവത്തിന്റെ മുൻപാകെ മുട്ടുകളെ മടക്കുക. ദൈവത്തോട് ഞാൻ സംസാരിക്കുക. എന്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തോട് ഇടപെടുക. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമില്ല, അതിനേക്കാൾ വലിയൊരു നന്മയില്ല. വേദപുസ്തകം പറയുന്ന അവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ ഭാഗ്യവാൻ തന്നെയാണ്. ആ വ്യക്തി ഭാഗ്യവതി തന്നെയാണ്. ദൈവത്തിന്റെ വാതിൽ കട്ടലത്തിൽ ഇരുന്നു കൊണ്ട് അവന്റെ വാതിൽ കട്ടലിൽ കാത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തോട് അവൻ സംസാരിക്കുക മാത്രമല്ല, ദൈവം അവനോട് സംസാരിക്കുന്നു, ദൈവം അവനോട് ഇടപെടുന്നു. എന്തിനാണെന്നറിയാമോ? ആലോചന പറഞ്ഞ് നടത്തുവാൻ തക്കവണ്ണം, ദൈവം കൈക്ക് പിടിച്ച് നടത്തുവാൻ തക്കവണ്ണം. എന്റെ ആലോചനയല്ല ദൈവത്തിന്റെ ആലോചന, എന്റെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം, എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടത്തുവാൻ ദൈവം എനിക്ക് ആലോചന പറഞ്ഞു തരുന്നത് ദൈവമാ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഡേ ടു ഡേ ലൈഫ് നമ്മൾ പതിവായിട്ട് നടത്തുന്ന ഒരു ജീവിതം തന്നെയാണ്. എന്നാൽ ഒന്ന് ഓർക്കണം, ദൈവത്തിന്റെ ഹിതം എന്താകുന്നുവോ അത് പകൽക്കാലം ദൈവം നമുക്ക് വെളിപ്പെടുത്തരും. അതിനനുസരണമായിട്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. അപ്പോൾ എന്താണ് ആദ്യമായിട്ട് വേണ്ടത്? രാവിലത്തെ സമയം ദൈവത്തോട് ഫെലോഷിപ്പ് കൂട്ടായ്മ ആചരിക്കുക, ദൈവത്തോട് ബന്ധപ്പെടുക. എങ്ങനെ ബന്ധപ്പെടുക? പ്രാർത്ഥനയോടുകൂടെ. സമയം നിങ്ങളെ പെർമിറ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു ചാപ്റ്ററെങ്കിലും ബൈബിൾ വായിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. കാരണം ദൈവം നമ്മോട് ഇടപെടുന്ന ഒരു വിരീതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാ. ഒരു വാക്യമല്ല, ഒരു ചാപ്റ്ററെങ്കിലും ദൈവത്തിന് മുൻപാകെ ഇരുന്ന് വായിക്കുക. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ വായിക്കുക. ദൈവം നിങ്ങളോട് അനേക കാര്യം സംസാരിക്കും. ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുള്ള സത്യം പറയട്ടെ. വെളുപ്പിനെ എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ദൈവത്തിന്റെ വചനമായിട്ട് ഇരിക്കുന്നതായ സമയത്ത് ദൈവം പല മിസ്റ്ററീസ് വെളിപ്പെടുത്തരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടത്, എന്റെ ജീവിതത്തിന്റെ അനുഭവം മാത്രമല്ല, എല്ലാവരുടെയും ജീവിതത്തിന്റെ അനുഭവമാണ്. ഇതിന് എന്ത് വേണമെന്നറിയാമോ? എന്റെ ലൈഫിനെ ഞാൻ അതിനനുസരിച്ച് ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. തലേ ദിവസമേ അതിന്റെ പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങണം. ഇതാണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശമെങ്കിൽ, ഇതാണ് എന്റെ ജീവിതത്തിന്റെ ആവശ്യമെങ്കിൽ ഏകദേശം ബിറ്റ്വീൻ 2:30 and 4 എന്റെ ദൈവത്തോടുകൂടി ചേർന്ന് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തലേ ദിവസമേ എന്റെ പ്രവർത്തനം തുടങ്ങണം. ഒരിക്കൽ കാത്തിരിപ്പ് ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മെ നടത്തും, ഒരു വലിയ അനുഭവത്തിലേക്ക്, ആനന്ദത്തിലേക്ക് നടത്തും. അതുകൊണ്ട് അതോടുകൂടെ കഴിഞ്ഞുവോ? ഇല്ല, അതോടുകൂടെ കഴിഞ്ഞില്ല. പിന്നീട് സങ്കീർത്തനക്കാരൻ എന്ത് വിളിച്ചു പറയുന്നു? എങ്ങനെയാണ് ദൈവത്തോടുകൂടി ചേർന്ന് നടക്കുന്നത്? വായിച്ചാട്ട് 25-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, Psalm number 25 verse number 5. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ദാവീദ് വിളിച്ച സങ്കീർത്തനക്കാരനായ ദാവീദ് Psalms 25 verse 5 5-ാമത്തെ വാക്യം ആ ഭാഗപ്രകാരം പറയുന്നു, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ രണ്ടാമത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ മുൻപിൽ സകലവും സമർപ്പിച്ചു, പിന്നെ കിടന്നു ഉറങ്ങുക, ഒന്ന് ഫ്രഷായിട്ട് എഴുന്നേറ്റ് ജോലിക്ക് പോകുക. എന്നാൽ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, തുടർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ദാവീദ് പറയുന്നത് പ്രത്യാശ വെക്കുന്നു. എവിടെ? ദിവസം മുഴുവൻ. എന്താ ദിവസം മുഴുവൻ
പ്രത്യാശ വെക്കുക എന്ന് പറഞ്ഞാൽ ദിവസത്തിന്റെ ഓരോ പ്രയത്നങ്ങളിലും പ്രവർത്തനങ്ങളിലും ദൈവത്തിലാണ് താൻ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണ് താൻ ആശ വെക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ? രാവിലെ ജോലിക്ക് പോകാൻ അങ്ങോട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വേർഡൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഞാൻ ജോലിക്ക് കയറുവാൻ ഇപ്പോൾ ജോലിക്ക് പോകുക, എന്നോട് കൂടെ നീ ഇരിക്കണം. ജോലിയെല്ലാം ഭംഗിയായി ചെയ്ത് സൗഖ്യത്തോടെ മടങ്ങി വരുവാൻ എന്നെ സഹായിക്കണം. എന്താ ചെയ്യുന്നറിയാമോ? ജോലിയിൽ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. വണ്ടിയിലോട്ട് കയറി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണം എന്നറിയാമോ? കർത്താവേ, ഞാൻ വാഹനം ഓടിക്കാൻ പോകുക, നീ എന്നെ കാത്തുകൊള്ളണം. എന്റെ ചുറ്റുപാട് ഓടിക്കുന്ന വാഹനങ്ങളൊക്കെ നീ സൂക്ഷിച്ചു കൊള്ളണം. എന്താ അവിടെ വെളിപ്പെടുത്തുന്നറിയാമോ? നീ എത്ര എക്സ്പെർട്ട് ഡ്രൈവർ ആണെങ്കിൽ നിന്റെ കഴിവിലല്ല ആശ്രയിക്കുന്നത്, ദൈവത്തിന്റെ കൃപയിൽ നീ ചാരുക. അതുപോലെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിൽ സഹോദരിമാർ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചോണം. എന്റെ ദൈവമേ, ഞാൻ ഇത് ചെയ്യാൻ പോവുക. ഇത് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കുവാൻ സഹായിക്കണം. ആ കുടുംബത്തിന് ആരോഗ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്താ വിഷയം എന്നാന്നറിയാം? ദൈവത്തിന് മുൻപിൽ പ്രത്യാശ വെക്കുക. ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയുക. ദൈവത്തോടെ മുൻപിൽ എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, വേണ്ടത് അതാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകൾ, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർ മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ഓർഡർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിന് മുൻപായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ അങ്ങോട്ട് പോകുക, നീ എന്നെ സഹായിക്കണം. ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ എന്റെ ജോലി തുടങ്ങാൻ പോവുക, നീ എന്നെ സഹായിക്കണം. പ്രിയപ്പെട്ട, എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുക, ദൈവത്തിൽ ഞാൻ ചാരുക. ഇതെപ്പോഴാ ചെയ്യേണ്ടത്? ദിവസം മുഴുവൻ. രാവിലെ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് അതോടുകൂടെ പുസ്തകം മടക്കിയിട്ട് പിന്നെ രാത്രിയിലേക്കല്ല കാത്തിരിക്കുന്നത്. ദിവസം മുഴുവൻ തന്റെ ജീവിതത്തിന്റെ പദവി അതാ. ദിവസം മുഴുവൻ തന്റെ ജീവിതത്തിന്റെ അവസ്ഥ ഇതാ. ഓരോ നിമിഷങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തിൽ താൻ പരിപൂർണമായി ചാരുന്നു, ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നറിയാമോ? ഈ വലിയവനായിരിക്കും ദൈവം നമ്മോടുകൂടെ നടക്കുക. ദൈവത്തിന്റെ കരങ്ങൾ നമ്മോടുകൂടെ ആയിരിക്കുക. ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് വാഹനം ഓടിക്കാൻ കഴിവില്ല, നീ എനിക്ക് കൃപ തരണമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്റ്റിയറിംഗ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കൈയും കെട്ടിയിരിക്കാനല്ല ഞാൻ പറഞ്ഞു. സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു സത്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമായിരിക്കും നിങ്ങളുടെ കരങ്ങളെ പിടിക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങളായിരിക്കും നിങ്ങളുടെ മേൽ കടന്നു വരുന്നത്. ജോലി സ്ഥാപനത്തിൽ കടന്നു നിന്നിട്ട് ദൈവത്തോട് നിങ്ങൾ എത്ര എക്സ്പേർട്ടുമായിക്കൊള്ളട്ടെ, ആ എക്സ്പേർട്ടിസത്തിൽ നിങ്ങൾ ആശ്രയിപ്പാൻ അല്ല ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക. സെൽഫ് കോൺഫിഡൻസ് തികച്ചും ദൈവത്തിന് മുമ്പാകെ തെറ്റാണ്. ദൈവത്തിന് വേണ്ടത് ഗാഡ്സ് കോൺഫിഡൻസ് ആണ്. ദൈവത്തിലുള്ള ആശ്രയമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ദൈവത്തോട് ഞാൻ പറയും, കർത്താവേ, എനിക്ക് കഴിവില്ല, നീ എന്നെ സഹായിക്കണം, നീ എന്നെ സഹായിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഓരോ നിമിഷവും ദൈവത്തിന്റെ കരങ്ങൾ ചാരുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കാണുവാൻ എന്റെ ദൈവത്തിന് എത്ര സന്തോഷമുണ്ട്, ദൈവത്തിന് എത്ര ആനന്ദമുണ്ട്. എവിടെയെല്ലാം നമ്മൾ കടന്നു പോകുക, ഏതെല്ലാം മേഖലകൾ ആയിക്കോട്ടെ, എന്തെല്ലാം നാം ചെയ്തു കൊള്ളട്ടെ, ഒരു വേർഡ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ചെയ്യുന്നതിനും ഇത് നിങ്ങളുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം ആയിത്തീരട്ടെ. നിങ്ങൾ കടന്നു വരുമ്പോൾ, നിങ്ങൾ വീട്ടിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുക. എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് ആഹാരം കൊണ്ടുവെക്കുമ്പോൾ ദൈവസംഭാഗം ഒരു വാക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആഹാരം കഴിച്ചു കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് എഴുന്നേൽക്കുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വരട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, ഒരു വാക്ക് എനിക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഒരു വാക്ക് എനിക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഇതുകൊണ്ട് എന്താ ലഭിക്കുന്നറിയാമോ? ഈ ദൈവം എന്നോടുകൂടെ ചേർന്ന് നടക്കുക. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്റെ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ പരിപൂർണമായി ചാരുന്നുണ്ട്. ഒരിക്കലും എന്നെ കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല എനിക്കുള്ള ദൈവം. പിന്നെയോ അവൻ എന്നോടുകൂടെ ഇരിക്കുക. വായിച്ചോട്ടെ ഒരു വാക്യം, സദൃശവാക്യം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാണ്. Proverbs chapter 3 verse number 6. സദൃശവാക്യം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്യമാണിത്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വാക്യമാണ്. Proverbs chapter 3 verse 6. സദൃശവാക്യം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. Praise God. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അവൻ നിന്റെ പാതകളെ നേരെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ദൈവം നമ്മുടെ പാതകളെ നേരെയാക്കും. ദൈവം നമ്മുടെ പാതകളെ ക്രമീകരിക്കും. എപ്പോഴാണ് ദൈവം ക്രമീകരിക്കുവാൻ പോകുന്നത്? വേദപുസ്തകം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. നിന്റെ എല്ലാ വഴികളിലും അവനിൽ ആശ്രയിച്ചുകൊള്ളുക. നിന്റെ എല്ലാ വഴികളിലും അവനിൽ ചാരുക. എന്ത് ചെയ്താലും ദൈവത്തിന് മുൻപാകെ ഒരു വേർഡ് പറഞ്ഞിട്ട്, കർത്താവെ, ഞാൻ നീട്ടിയ പ്രാർത്ഥനയോ അല്ലെങ്കിൽ മണിക്കൂർ എടുത്ത് പ്രാർത്ഥിക്കുവാനല്ല ഞാൻ പറയുന്നത്. ഒറ്റ സെക്കൻഡ്, കർത്താവെ, ഞാൻ ഇത് ചെയ്യുവാൻ പോകുക, എന്നെ നീ സഹായിക്കണം. ചില പ്രിയപ്പെട്ടവര്
എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ വ്യക്തി അങ്ങ് ചെന്ന് കഴിയേണ്ട സമയം കഴിഞ്ഞാലും പ്രാർത്ഥന അവസാനിപ്പിക്കുകയില്ല. അങ്ങനെയുള്ള പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, തെറ്റാത്. നമ്മൾ സാഹചര്യത്തിനനുസൃതമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹോസ്പിറ്റലിൽ പോയി വിസിറ്റിന് പോയി അവിടെ ഒന്ന് പ്രാർത്ഥിക്കേണ്ടത് നല്ല കാര്യമാണ്. പക്ഷെ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത രോഗികൾ കിടന്ന് ഉറക്കമാണെങ്കിൽ അവരെ കൂടെ ഉണർത്തിയിട്ടുള്ള പ്രാർത്ഥന തികച്ചും തെറ്റ്. മറ്റാരും കേൾക്കുവാനല്ല, മറ്റുള്ള 10 പേരെ കേൾപ്പിച്ചുള്ള പ്രാർത്ഥനയല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് ഒരു കാര്യം, 2 വേർഡ്, 2 വാക്യം പറയുവാൻ സാധിക്കുമെങ്കിൽ എന്റെ കർത്താവ് ഇവരെ നീ സൗഖ്യമാക്കണമേ. വിഷയത്തിൽ നിന്നോട് ഓർപ്പിക്കട്ടെ. ആരെങ്കിലും ഹോസ്പിറ്റൽ മിനിസ്റ്റർ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു രോഗിയെ കണ്ടു, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ രോഗിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു കടന്നു പോകരുത്. അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ഒരു വേർഡെങ്കിലും പ്രാർത്ഥിച്ചേ പോരാവൂ. കാരണം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സ്വയത്തിന്റെ ആൾക്കാരായി മാറും. ഏതെങ്കിലും വീട്ടിൽ കടന്നുപോയി, നമ്മുടെ ഒരു സഭയുടെ ഒരു മെമ്പർ ഉണ്ടായിരിക്കാം, ആ വീട്ടിൽ ഒരു കുടുംബമായിരിക്കാം, അവരുടെ വീട്ടിൽ കടന്നുപോയി പ്രാർത്ഥിച്ചിട്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചു പോരരുത്. അവരോടുകൂടെ മറ്റു കുടുംബങ്ങളെ കാണും, ഒരു വേർഡ് പ്രാർത്ഥിക്കുക, കർത്താവേ കൂടെ താമസിക്കുന്ന കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ മാറ്റമുണ്ട്. ദൈവത്തിന്റെ മക്കൾ സാഹചര്യം മനസ്സിലാക്കണം, വളരെ ആവശ്യമാണ്. എന്താണ് ഇവിടുത്തെ വിഷയം? വിഷയം എന്ന് പറയുന്നത് ദിവസം മുഴുവൻ ഞാൻ തിങ്കൽ പ്രത്യാശ വെക്കുന്നു. ദാവീദ് വിളിച്ചു പറയുക, കർത്താവേ എനിക്ക് ഒരു നിമിഷവും മാറ്റുവാനില്ല, ഒരു നിമിഷം പോലും എനിക്ക് മാറിപ്പോവാനില്ല. എനിക്കുള്ളത് ദിവസം മുഴുവൻ ഞാൻ നിന്റെ പ്രത്യാശ വെക്കുന്നു. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞോട്ട്. അതോടുകൂടെ ദിവസം മുഴുവൻ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ചാരുക. ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ മുമ്പാകെ ചാരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ വണ്ടിയെടുത്തു കടന്നുപോയി, കർത്താവേ വാഹനത്തെ ഞാൻ ഓടിക്കുക, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു വേർഡ് നന്ദി പറയുവാൻ മടിക്കരുത്. കർത്താവേ ഇതുവരെ നീ എന്നെ സുഖമായിട്ട് കൊണ്ടെത്തിച്ചല്ലോ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നിങ്ങൾ ഒരു ദിവസം ഓഫീസ് ജോലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു വേർഡ് പറയുവാൻ മടിക്കരുത്. കർത്താവേ ഒരു ദിവസം ജോലി ചെയ്യുവാൻ കൃപ തന്നല്ലോ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കേണ്ടത് നല്ലതാണ്. ദൈവത്തിന് മുമ്പാകെ വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ മറന്നു കളയരുത്, ദൈവത്തിന് നന്ദി പറയേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയണം. ഏത് കാര്യം നാം പ്രാർത്ഥിച്ചു, ഏത് കാര്യം ദൈവം ചെയ്തു, ആ ദൈവം ചെയ്ത വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഒരു വേർഡ് നന്ദി പറയുക. അതോടുകൂടെ ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. മൂന്നാമത് ദാവീദ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, സങ്കീർത്തനം 4:8 വാക്യം, Psalm number 4 verse number 8. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കും. ദാവീദ് വിളിച്ചു പറയുന്നു, രാത്രിയായി കിടക്കേണ്ട സമയമായി ദാവീദ് വിളിച്ചു പറയുകയാണ്, സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്താ ഇവിടെ ദാവീദ് പറയുന്നത്? ദാവീദ് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട്, താൻ കട്ടിലിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഓർത്തു നോക്കാം, കഴിഞ്ഞൊരു പകൽക്കാലം നടത്തിയ വഴികൾ, തന്നെ പരിപാലിച്ച വിധങ്ങൾ, തന്നെ കാവൽ ചെയ്ത വിധങ്ങൾ, ഏതെല്ലാം വിഷയങ്ങൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്തെല്ലാം വിഷയങ്ങൾ ദൈവം എന്നെ നടത്തി, ഏതെല്ലാം അത്ഭുതങ്ങൾ കണ്ടു, ഏതെല്ലാം അതിശയങ്ങൾ കണ്ടു. ഒന്നൊന്നായിട്ട് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ദാവീദ് ഇപ്രകാരം പറയുന്നു, യഹോവേ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ പോകുകയാണ്. സമാധാനം ഇല്ലാതിരിക്കേണ്ട സ്ഥാനത്ത് സമാധാനം തന്നെ ഉറക്കിയത് ദൈവമാണെന്നുള്ളത് മറന്നു കളയരുത്. കിടക്കുവാൻ പോകുമ്പോൾ ഒന്ന് ഓർക്കണം, കഴിഞ്ഞ ദിവസം ദൈവം നടത്തിയ വഴികളെ ഓർത്ത്, ദൈവം നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, ദൈവം നമ്മെ കാവൽ ചെയ്ത വിധങ്ങളെ ഓർത്ത് രാത്രിയുടെ യാമത്തിൽ ദൈവത്തിന് നന്ദി പറയുവാൻ ഒരിക്കലും മടിക്കരുത്. രാത്രിയിൽ ദൈവത്തെ നാം സ്തുതിക്കുക, രാത്രിയിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് നാം നന്ദി പറയുക. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. രാത്രിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം, കഴിഞ്ഞൊരു പകൽക്കാലം ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ കുറവുകൾ, എവിടെയാണ് ബലഹീനത വന്നു പോയത്, അതുകൊണ്ടൊരു വലിയ അനുഗ്രഹമുണ്ട്. എന്താ അനുഗ്രഹം എന്നറിയാമോ? നാളെ എൻ്റെ ജീവിതത്തിൽ ആ ബലഹീനത വരുത്താതിരിപ്പാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കും. എൻ്റെ സംസാരത്തിൽ എവിടെയാ ഒരു കുറവ് വന്നത്, എൻ്റെ ചിന്തയിൽ എവിടെയാ ഒരു കുറവ് വന്നത്, എൻ്റെതായിരിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളിൽ എവിടെയാണ് വീക്ക്നെസ് കടന്നു വന്നത്, ഒന്ന് ഓർത്ത് നോക്കുന്നത് വളരെ അനുഗ്രഹമാണ്. എന്നിട്ട് ഓർക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്തോണം, ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന കാര്യം കൂടെ മറക്കരുത്. ദൈവത്തിന് മുൻപാകെ പറയേണ്ട, കർത്താവേ എന്നോട് നീ ക്ഷമിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം തെറ്റ് വന്നു പോയിട്ടുണ്ട്, എന്നോട് നീ ക്ഷമിക്കണം. ഇതുകൊണ്ടുള്ള ഒരു വലിയ ഗുണമാണ്, നാളെ ആ പാപം ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കത്തില്ല. പാപത്തിൽ നമുക്ക് ജയമെടുക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ മക്കളെ, ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുമ്പോടൊപ്പം തന്നെ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്റെ സങ്കീർത്തനം അവസാനിപ്പിക്കുകയാണ്, യഹോവേ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുക, സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ പോകുക, നീ എനിക്ക്
എനിക്ക് സമാധാനം തന്നു. ഞാൻ ഉറങ്ങുവാൻ പോകുകയാണ്. എന്റെ എന്താ പറയുന്നത്? കർത്താവേ, എന്റെ ഉറക്കത്തിലും നീ കാവലായിരിക്കണം, എന്റെ ഉറക്കത്തിലും നീ എന്റെ സങ്കേതമായിരിക്കണം, എന്റെ ഉറക്കത്തിലും നീ എന്റെ ചാരത്തുണ്ടായിരിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, രാവിലെ തന്റെ ജീവിതം തുടങ്ങി തന്റെ പകൽ മുഴുവൻ ദൈവത്തോടുകൂടെ നടന്നു തന്റെ ജീവിതം തന്റെ അന്നത്തെ ദിവസം അവസാനിക്കുന്ന സമയത്തും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് താൻ വിശ്രമിക്കുവാനായിട്ട് തുടങ്ങുന്നു. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം വേറൊന്നില്ല. ഒത്തിരിയുണ്ട് ഈ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ, എങ്ങനെ നടക്കണമെന്ന് പറയുവാൻ. എന്നാലും ഈ പ്രത്യേകമായ വിഷയങ്ങൾ നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുക. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറയുണ്ടായി, യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നത്, വല്ലപ്പോഴും കടന്നു വന്ന് കൈയടിക്കുന്നതല്ല ഭക്തി എന്ന് പറയുന്നത്. എന്റെ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നത്. എന്റെ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ സാധിക്കുമെങ്കിൽ, ദിവസം മുഴുവൻ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം വേറെ മണ്ഡലത്തിലായിരിക്കും യാത്ര ചെയ്യുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുവാൻ നിങ്ങൾ സമയമെടുക്കണം. ദൈവത്തിന്റെ വചനം നിങ്ങൾ ധ്യാനിക്കണം. സമയം ലഭിക്കുന്ന സമയത്തിനനുസൃതമായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, അത് വീണ്ടും നിങ്ങൾ എവിടെയായിരുന്നാലും, വഴിയിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്തോ നിങ്ങൾ ആരോടുകൂടി ആയിരുന്നാലും, അത് വീണ്ടും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നോക്കണം. എന്റെ ദൈവമേ, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നന്ദി പറയണം. ദൈവം തന്ന വാഗ്ദത്തങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറയണം. ഈ വചനത്തിന്റെ ധ്യാനം എന്ത് വരുമെന്ന് അറിയാമോ? എന്റെ ജീവിതം ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ എന്നെ സഹായിക്കുമെന്നുള്ളത് മറന്നു കളയരുത്. കാരണം എന്നാണെന്ന് അറിയാമോ? നാം ആയിരിക്കുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നു, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് ദൈവം നമ്മെ നയിക്കുമ്പോൾ, ആ പ്രത്യേകമായിരിക്കും ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവം അനുഭവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് മുൻപാകെ ഒന്ന് പറയുക, കർത്താവേ, ആദ്യകാലത്ത് എന്റെ കർത്താവ് എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ സ്തുതിപ്പാൻ, രാവിലെ എഴുന്നേറ്റ് എന്റെ ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ എനിക്ക് മനസ്സുണ്ട്. കർത്താവേ, പകൽ മുഴുവൻ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് പോകുവാൻ എനിക്ക് താല്പര്യമുണ്ട്. രാത്രി ഞാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങുമാക്കുന്നത് എന്റെ ദൈവമേ നീയാ. ഹല്ലേലൂയ, നീയാണ് എനിക്ക് സുഖകരമായി നിദ്ര തരുന്നത്. അതോർത്ത് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എന്റെ കർത്താവേ, എന്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവത്താൽ നയിക്കപ്പെടുന്നവനായിരിക്കാൻ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവളായിരിക്കാൻ എന്റെ പിതാവേ, നീ കൃപ ചെയ്താട്ട് എന്റെ ദൈവത്തിന്റെ എന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് ദൈവത്തോടുകൂടി ചേർന്ന് നടക്കുവാൻ എന്റെ ദൈവമേ, നീ കൃപ ചെയ്യണമേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എല്ലാ കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്, കർത്താവേ, എന്നെ നീ സഹായിക്കണം, എന്റെ പിതാവേ, എന്നെ നീ സഹായിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട് എല്ലാ കണ്ണുകൾ ദയവായിട്ട് അടയട്ടെ. ആര് കണ്ണു തുറന്ന് അവിടെ ഇവിടെ നോക്കരുത്. ചില നിമിഷങ്ങളുടെ മാത്രം ദൈവത്തിന്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ എന്റെ ദൈവമേ, അങ്ങയോടുകൂടി ചേർന്ന് നടക്കുവാൻ എനിക്ക് നീ കൃപ ചെയ്യണം. ഹല്ലേലൂയ. ലോകത്തിൽ ഞാൻ നടന്നു പോയിട്ടുണ്ട്, ലോകത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അതല്ല കർത്താവേ, അങ്ങയോടുകൂടെ ചേർന്നുള്ള ഈ അനുഭവം എന്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. എന്റെ കർത്താവേ, എന്നെ നീ സഹായിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. നീ മുട്ടുമേൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വഴിയിൽ നടക്കുകയായിരിക്കാം. ദൈവത്തിലേക്ക് ഹൃദയം ഒന്ന് ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് നിങ്ങളുടെ ആവശ്യം പറയുക. പ്രിയപ്പെട്ടവരുടെ ഭാരങ്ങളൊന്ന് പറയുക. വഴി നടക്കുമ്പോൾ ദൈവത്തിന്റെ വചനമൊന്ന് മനസ്സിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ വചനം ഒന്ന് ധ്യാനിച്ചാട്ട് ഇതെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ എന്നെ സഹായിക്കുക. ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ എന്നെ സഹായിക്കുക. ഇന്ന് പകൽക്കാലം എത്ര പേര് താല്പര്യമുണ്ട്? എന്റെ ദൈവമേ, അങ്ങയോടുകൂടി ചേർന്ന് നടക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. രാവിലെ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചു തരുവാൻ, എന്റെ പകൽ മുഴുവൻ നിങ്ങൾ ആശ്രയിപ്പാൻ, രാത്രിയിലും ദൈവമേ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ആ ദിവസം അവസാനിപ്പിക്കുവാൻ എന്റെ ദൈവം എനിക്ക് മനസ്സുണ്ട്. എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തോടു കൂടി ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ കർത്താവ് ഏതെല്ലാം സന്ദർഭങ്ങളിലും ഏതെല്ലാം സാഹചര്യങ്ങളായിരുന്നാലും നിന്നോടുകൂടെ ചേർന്ന് നടക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് തീരുമാനിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രം അത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഇന്ന് ഈ ഹോളിൽ വെച്ച് അവസാനിപ്പിക്കുവാനല്ല ഞാൻ പറയുന്നത്. ഇന്ന്
നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കടന്നു വരട്ടെ. എന്റെ കർത്താവേ, വഴി കടന്നു പോകുമ്പോൾ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ആലയത്തിൽ കടന്നു വന്നു ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ഒരു വാതിൽ കൂടെ കടന്നു പോകുമ്പോൾ നന്ദി പറഞ്ഞു കടന്നു പോകണം. വാഹനത്തിൽ കടന്നു വരുമ്പോൾ നന്ദി പറയണം. ഹല്ലേലൂയ. ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ നന്ദി പറയണം. ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നന്ദി പറയണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തോട് പറയുക, എന്റെ കർത്താവേ, എന്നെ നീ സഹായിക്കണം, എന്നെ നീ സഹായിക്കണം. ഇന്ന് പകൽക്കാലം ആ തീരുമാനമെടുക്കുന്നവരെ സ്വർഗ്ഗത്തിലെ ദൈവം മാനിക്കട്ടെ. ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ ഇന്ന് പകൽക്കാലം മുതൽ ദൈവം നിങ്ങൾക്ക് ഉപതരട്ടെ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. സഹോദര, നീ ദൈവത്തോടു കൂടെ നടക്കുവാൻ പോകുക. ദൈവത്തോടുകൂടെ നടന്നു. സഹോദരി, നീ ദൈവത്തോടുകൂടെ നടക്കുവാൻ പോകുക. നോഹ ദൈവത്തോടുകൂടെ നടന്നു. സഹോദര, സഹോദരി, നീ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുവാൻ പോകുക. നിന്റെ ചുറ്റുപാടുകൾ എന്റെ ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ല. നിന്റെ ചുറ്റുപാടുകൾ എന്റെ ദൈവത്തിനോട് നടക്കുന്നതിന് ഒരു പ്രയാസമല്ല. ഒരുപക്ഷെങ്കില് ചിന്തിക്കുമായിരിക്കാൻ, ഞാൻ ബാച്ചിലേഴ്സിന്റെ മധ്യത്തിലാണ് താമസിക്കുന്നത്, എങ്ങനെ ദൈവത്തോടുകൂടെ നടക്കുവാൻ സാധിക്കും? ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം പഠിപ്പിക്കുന്നു, നിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവത്തോടുകൂടെ ചേർന്ന് നടക്കുന്നതിൽ നിന്ന് നിന്നെ തടസ്സപ്പെടുത്തുവാൻ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല. സഹോദര, നിനക്കത് സാധ്യമാ. സഹോദരി, സഹോദരി, നിനക്കത് സാധ്യമാണ്. ദൈവത്തിന്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുത്താട്ടോ. ഇന്ന് പകൽക്കാലം ആ തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവര് എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് അല്പനിമിഷം ദൈവം നമ്മെ കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമ്മുടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്.